ഹായ് നമസ്കാരം, വെൽക്കം ബാക്ക് പ്ലസ് വൈബ് ഗൈസ്. അപ്പം ഞാനിന്ന് ഭയങ്കര എക്സൈറ്റഡാണ്. കാരണം വേറെ ഒന്നുമല്ല, നമ്മൾ മനുഷ്യന്മാരാണല്ലോ. അപ്പം നമുക്ക് ഇങ്ങനെ കുറേ ആഗ്രഹങ്ങളൊക്കെ ഉണ്ടാവില്ലേ, എണ്ണം വെച്ച് ഇങ്ങനെ ഇത് നടത്തണം അത് നടത്തണം, അല്ലെങ്കിൽ അങ്ങോട്ട് പോകണം ഇങ്ങോട്ട് പോകണം എന്നൊക്കെ. അങ്ങനെ ഞാൻ കുറേ നാളായിട്ട് ആഗ്രഹിച്ച ഒരു കാര്യം ഇന്ന് നടക്കാൻ പോവുകയാണ് ഗൈസ്. അതെന്താണെന്ന് ഞാൻ ഇപ്പം പറയണില്ല, നമ്മൾ വീഡിയോസിലൂടെ കാണിക്കുന്നതായിരിക്കും എങ്ങോട്ടാണ് എന്താണെന്നൊക്കെ കേട്ടാ. അപ്പോൾ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ എൻ്റെ യൂട്യൂബ് ചാനലൊന്ന് കയറി നോക്കാം. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോ തുടങ്ങാം ഗൈസ്. അപ്പം ഞാൻ മാത്രം കൃത്യനിഷ്ഠ, എനിക്ക് മാത്രം ആ സാധനമുള്ളൂ. കണ്ട ഇവരെല്ലാവരും ഒരു എണ്ണം മാറിയിട്ടില്ല, ഞാൻ മാത്രം അടിപൊളിയായി മാറിയിരിക്കാൻ. കണ്ടത് ലഗേജ് ഒക്കെ ആക്കണമല്ലോ കേട്ടോ. കണ്ടല്ലോ, ലഗേജ് ആക്കണുള്ളത് ഇപ്പം വന്ന് ഇപ്പൊ ചെയ്യണുള്ളത് എന്തുവാണ്. അത് നേരത്തും കാലത്തൊക്കെ വന്ന് റെഡിയാക്കി കൂടാ നിങ്ങൾക്ക്? കഷ്ടം, ഞാൻ മാത്രം ഗൈസ് അടിപൊളിയായിട്ടുള്ളൂ. അങ്ങനെ നമ്മൾ പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ നടത്താണ്. കാരണം നമ്മൾ ആദ്യമായിട്ടാണ് ഇത്രയും ലോങ് പോകുന്നത്, അതായത് നോർത്തിലോട്ടൊക്കെ പോകുന്നത്. നമ്മൾ കൂടിപ്പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ തമിഴ്നാട് അല്ലെങ്കിൽ അങ്ങനെ മാത്രം നമ്മൾ പോയിട്ടുള്ളൂ. ആദ്യമായിട്ടാണ് ഇത്രയും ലോങ് ആയിട്ട് പോകുന്നത്, അത് നമ്മുടെ ഇന്ത്യയുടെ തലസ്ഥാനത്തോട്ട്. അപ്പോൾ അതിൻ്റെതായ എക്സൈറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നന്നായി പ്രാർത്ഥിച്ചിട്ടൊക്കെ പോവുകയാണ്. അപ്പോൾ നമ്മുടെ പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ യൂബർ നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി അത് വരണം, ഇനി അതിൽ കയറണം, നമ്മൾ റെയിൽവേ സ്റ്റേഷൻ എത്തണം, കയറണം. അപ്പോൾ നമുക്ക് പോവല്ലേ, സെറ്റ്. അപ്പോൾ നമുക്ക് അത്യാവശ്യത്തിന് അധികമുള്ള ലഗേജും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മുടെ യൂബറും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ലഗേജും കാര്യങ്ങളൊക്കെ കയറ്റാൻ നേരെ പറപ്പിച്ച് വിടാം ഗൈസ്. അപ്പോൾ നമ്മൾ കെട്ടും ബാണ്ടൊക്കെ എടുത്ത് കയറിയിട്ടുണ്ട്. ഇനിയിപ്പോൾ അവിടെ പോയി ഇറങ്ങണം. കണ്ടല്ലോ എല്ലാവരും. എളി ഒന്ന് വാടേ. അപ്പോൾ ഈ ചേട്ടനാണ് നമ്മളവിടെ കൊണ്ടാക്കുന്നത് കേട്ടോ. ഇനിയിപ്പം പോകുന്ന ബാക്കിയുള്ള വീഡിയോസ് നമുക്ക് വഴിയെ കാണാം. കറക്റ്റ് ട്രെയിനും കാര്യങ്ങളൊക്കെ എത്തി കയറി പെടാൻ പറ്റിയാൽ മതിയായിരുന്നു. കട്ട ബ്ലോക്കാണ്, നമ്മൾ ഇതേ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. ഇനി ട്രെയിൻ കയറാൻ പോവാണ് കേട്ടോ ഗൈസ്. അപ്പൊ സെറ്റ്. ഗൈസ്, അപ്പോൾ നമ്മൾ പ്ലാറ്റ്ഫോമിൽ എത്തി നിൽക്കുന്നുണ്ട്. നമ്മുടെ ട്രെയിൻ വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇനി ട്രെയിൻ വന്നാൽ നമുക്ക് കയറാൻ വേണ്ടോ, നല്ല തിരക്കുണ്ട് കേട്ടോ. നമ്മളപ്പോൾ ഇപ്പം എല്ലാവരും വന്ന് നിൽക്കുന്നുണ്ട്. അതിപ്പോൾ നിന്നോട് ചോദിച്ചാ പൊട്ടിച്ച് ഗൈസ്. അപ്പോൾ നമ്മൾ ഡൽഹിക്കാണ് പോകുന്നത്. അപ്പോൾ നമ്മുടെ ഡൽഹി ട്രെയിൻ വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. എല്ലാവരും ഉണ്ട്. ചേച്ചി, ട്രെയിനിൻ്റെ പേര് നിസാമുദ്ദീൻ. അപ്പോൾ ഇപ്പം വരും ഗൈസ്. അങ്ങനെ നമ്മുടെ എളി പെപ്സി മേടിക്കാൻ പോയതാണ്. അവൻ കൊക്കക്കോള ആയിട്ടാണ് വരുന്നത്. പിന്നെ അവിടെ എന്താണ്ടൊക്കെ കണ്ടു എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ജെയിംസിൻ്റെ അടുത്ത് കത്തി വെച്ചിട്ടാണ്. അങ്ങനെ നമ്മൾ ട്രെയിനും കാര്യങ്ങളൊക്കെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. നല്ല രീതിക്കുള്ള തിരക്കുണ്ട് കേട്ടോ. കാരണം നമ്മുടെ ട്രെയിൻ നോക്കിക്കുന്ന സമയത്ത് തന്നെ വേറെ ഏതോ ട്രെയിൻ പിടിച്ചിട്ടുണ്ടാവും. അതുപോലെ നമ്മുടെ എല്ലാ ട്രെയിനും പിടിച്ചിട്ട് നമ്മളില്ല. അങ്ങനെ നമ്മുടെ കാത്തിരിപ്പുകൾക്ക് ഒടുവിൽ നമ്മുടെ നിസാമുദ്ദീൻ ട്രെയിൻ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പതുക്കെ കയറിയിരിക്കാം, ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം കേട്ടോ. കാരണം നല്ല തിരക്കുമാണ്. അപ്പോൾ എനിക്കത് വീഡിയോ എടുക്കാനായിട്ട് പറ്റിയില്ല. അപ്പോൾ നമ്മൾ കയറി ഇരുന്ന് കഴിഞ്ഞിട്ടുള്ള വീഡിയോസ് മാത്രമേ ഞാൻ എടുത്തുള്ളൂ. കാരണം നല്ല തിരക്കായിരുന്നു. പിന്നെ നമ്മൾ നമ്മുടെ ട്രെയിനിൻ്റെ ടിക്കറ്റും കാര്യങ്ങളൊക്കെ നോക്കി സീറ്റും കാര്യങ്ങളൊക്കെ കണ്ടുപിടിച്ച് സെറ്റായിട്ട് ഇരുന്നു കേട്ടോ. അങ്ങനെ നമ്മുടെ എറണാകുളത്ത് തന്നെ കുറേ പേര് കയറിയിട്ടുണ്ട്. നമ്മുടെ അർജുനും ആതിരയും അഞ്ജലിയാണ്. അപ്പോൾ ഇവരാണ് നമ്മുടെ മെയിൻ കമ്പനിയും കാര്യങ്ങളൊക്കെ. അങ്ങനെ നമ്മളെല്ലാവരായിട്ടും സെറ്റായിട്ട് ഇരുന്നു. നമുക്ക് കുറച്ച് ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്, അപ്പോൾ എന്താ എങ്ങനെയാണെന്നുള്ളതിൻ്റെയൊക്കെ. അപ്പോൾ അങ്ങനെ കുറച്ച് ടെൻഷനും കാര്യങ്ങളൊക്കെ ഇപ്പോൾ കുറഞ്ഞിട്ടുണ്ട്. കാരണം എല്ലാവരും കുഴപ്പമില്ലാത്ത രീതിക്കുള്ളതാണ്. നമ്മൾ ആദ്യമായിട്ടാണ് ട്രെയിനിലൊക്കെ ഇങ്ങനെ ഇത്രയും ലോങ് പോകുന്നത്. അപ്പോൾ അതിൻ്റേതായ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഇത് നമ്മുടെ ആതിര അർജുനും അഞ്ജലിയാണ് കേട്ടോ. ഇവരില്ലായിരുന്നെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടിയാണ്. കാരണം നല്ല എന്താ പറയുക, നമുക്ക് കംഫർട്ട് സോണുള്ള ആൾക്കാരെ കിട്ടുമ്പോൾ നമുക്കൊരു പ്രത്യേക സന്തോഷം ഉണ്ടാവുമല്ലോ. അങ്ങനെയായിരുന്നു അവർ. ഇത് നമ്മുടെ മിനിയാൻ്റെയും അതുപോലെ തന്നെ രാജുവോടും അതുപോലെ തന്നെ മിനിയാൻ്റെയും ഹസ്ബൻഡുമാണ്. പുള്ളിക്കാരുടെ പേര് ഞാൻ മറന്നു പോയിട്ട്. അങ്ങനെ ഇത് അർജുൻ്റെ സിസ്റ്ററാണ്. അപ്പോൾ ഇവരൊക്കെ ആയിട്ട് വെച്ച് കമ്പനി വെച്ച് ഇവരൊന്നും രക്ഷയില്ല കേട്ടോ. കാരണം നല്ല കമ്പനിയായിരുന്നു. ഇത് അർജുൻ്റെ വൈഫാണ് അഞ്ജലി. അങ്ങനെ എല്ലാവരുമായിട്ട് ഞങ്ങൾ കത്തിരിച്ചിരുന്ന് ആതിര ഓൾറെഡി അവിടെ ഡൽഹിയിൽ സെറ്റിലാണ്. അപ്പം അവരുടെ പോവാണ്. അർജുൻ്റെയും അഞ്ജലിയുടെയും മാരേജ് കഴിഞ്ഞിട്ട് കുറച്ചായിട്ടുള്ളൂ. അപ്പം അവർ വീട്ടിലും കാര്യങ്ങളൊക്കെ പോവാണ്. അങ്ങനെ നമ്മൾ കത്തി വെച്ചിരുന്ന സമയം പോയെന്ന് അറിഞ്ഞില്ല. നമുക്ക് നല്ല വിശപ്പും കാര്യങ്ങളൊക്കെ വന്നു. അപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് ചേച്ചി ചപ്പാത്തിയും അതുപോലെ തന്നെ ചിക്കനും അതുപോലെ തന്നെ നമ്മുടെ മീനച്ചാറും കാര്യങ്ങളൊക്കെ എടുത്ത് സെറ്റാക്കി പിടിച്ചിട്ടുണ്ട്.
കുറച്ചധികം എടുത്ത് പിടിച്ചിട്ടുണ്ട്. കാരണം ട്രെയിനിലെ ഫുഡ് നമ്മൾ മാക്സിമം അവോയ്ഡ് ചെയ്യാന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ എടുത്ത് പിടിച്ചേക്കുന്നത്. കാരണം ട്രെയിനിലെ ഫുഡും കാര്യങ്ങളൊക്കെ നമ്മൾ പല രീതിക്കുള്ള വീഡിയോസും അതുപോലെ തന്നെ റീൽസിലൊക്കെ കണ്ട് നമുക്ക് അറിയാം. അപ്പോൾ അത്യാവശ്യം എടുത്ത് പിടിച്ചിട്ടുണ്ട്. നമ്മൾ അർജുൻ അതുപോലെ കറി ഉണ്ടാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പം അതൊക്കെ വെച്ച് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ്. അപ്പം നമ്മൾ വീട്ടിലെ ഫുഡ് കഴിച്ചപ്പോൾ ഒരു സമാധാനം, പുറത്ത് പിന്നെ വേറെ കഴിക്കേണ്ടല്ലോ. അങ്ങനെ ഫുഡും കാര്യങ്ങളൊക്കെ എടുത്ത് നമ്മൾ കഴിച്ചു. അർജുൻ്റെ കറിയൊക്കെ അടിപൊളിയായിരുന്നു കേട്ടോ, നല്ല കിട്ടില്ല കറിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ എൻ്റെ സ്പെഷ്യൽ സാധനങ്ങളൊക്കെ അവർക്ക് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ എൻ്റെ യൂട്യൂബിൽ കുറിച്ച് വർദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അവരെ കൊണ്ട് അധികം വൈകിപ്പിക്കാണ്ട് സബ്സ്ക്രൈബ് കൂടി ചെയ്യിപ്പിക്കണം ഗൈസ്. അപ്പോൾ നമ്മൾ കയറിയിട്ടുള്ള പിറ്റേ ദിവസമാണ്. വൻ ശോകം എന്ന് പറഞ്ഞാൽ വൻ ശോകമാണ് ഗൈസ്. ഞാൻ ഒരിക്കലും ട്രെയിൻ യാത്ര ആർക്ക് സജസ്റ്റ് ചെയ്യില്ല ഗൈസ്. ഡൽഹി ടു വേറെ എവിടേക്കെങ്കിലും ആണെങ്കിലും എൻ്റെ പൊന്നു ഒരു എന്താ പറയുക, അത് പറ്റില്ല, അംഗീകരിക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ്. 139 വിളിച്ചിട്ട് ഒരു കാര്യമില്ല, ഒരു റെസ്പോണ്ടന്റും ഇല്ല അവിടെ. ഞങ്ങള് കാലത്തേറ്റ് കഷ്ടപ്പാടാണ്. എന്നെ വരുന്നവർക്കൊന്നും തീരെ പറ്റില്ല, വൃത്തിപ്പെടുപ്പ് നോക്കുന്നവർക്കൊന്നും തീരെ പറ്റില്ല ഈ ട്രെയിനിൽ പോകാനായിട്ട്. ആകെ പെട്ടിരിക്കുന്ന അവസ്ഥയാണ്. ഇനി ഒരു ദിവസം കൂടി ഉണ്ട്. ഇതിൻ്റെ ഉള്ളിൽ എങ്ങനെ കഴിച്ചു കൂട്ടുന്ന ആലോചന എനിക്കൊരു എത്തുപിടിയില്ലേ കൈസ്. എൻ്റെ പൊന്നു ആകെ ഒരുമാതിരി AC കോച്ച് എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ഉള്ളൊരു AC പോലും ഇല്ല. വൈകുന്നേരമൊക്കെ പുതു കടിച്ച് പപ്പട പരിപാടിയുണ്ട്, ഉറങ്ങാൻ പോലും പറ്റിയിട്ടില്ല. പിന്നെ ബാത്റൂമിൻ്റെ കാര്യം പിന്നെ ഞാൻ പറയണ്ടല്ലോ. ഞാൻ കുറച്ച് വൃത്തി കാര്യങ്ങളൊക്കെ പ്രതീക്ഷിച്ചായിരുന്നു. ഇപ്പം നമ്മൾ തമിഴ്നാട് കഴിഞ്ഞു ആന്ധ്രയിലോട്ട് കയറിയതാണ്. അവിടെ തൊട്ട് ആളുകൾ കയറി പപ്പട പരിപാടിയായിട്ടാണ്. ഒന്നിനും കൊള്ളില്ല ഗൈസ്. ലിറ്റിൽ ഹാർട്ട്. ലിറ്റിൽ ഹാർട്ട് എത്ര എത്രയാ? 30 rupees. ഗൂഗിൾ പേ സ്കാനർ 30 rupees. രണ്ടെണ്ണം കൂടി എടുക്കുക. ലിറ്റിൽ ഹാർട്ട് वन मोर चाहिए. नहीं नहीं लिटिल हार्ट. വെള്ളം മേടിക്കണം. MRP मुझे चाहिए 300 रुपए पर पे. MRP नहीं 300 रुपए पर पूरे. कितने ये वाला क्या पड़ रहा है? यहां पर का 35 otherwise ഈ ചാട്ടം എടുത്തു വെച്ചോ. MRP കൂടുതൽ ഒരു പൈസ ഇല്ല. 35 വെള്ളം എത്രയാ? എത്രയാ? 15. അപ്പൊ 30. മറ്റേത് അപ്പൊ എത്ര? 225 165. 165 90 125 105. ഇത് 165 ആണ് എമൗണ്ട്. भैया MRP प्राइस चाहिए, आपका प्राइस नहीं चाहिए. 225 അതെ മൂന്നെണ്ണം 35. എന്റെ പൊന്നോ, ഞങ്ങൾ ആ കടയിൽ കയറിയിട്ട് ആ പുള്ളിക്കാരനുണ്ടല്ലോ, മലയാളിയെന്ന് കണ്ട പാടെ 10-20 രൂപയൊക്കെ ഒറ്റടിക്ക് കയറ്റി പറയാണ്. നമ്മൾ പറഞ്ഞ MRP കൂടുതൽ തരാനൊന്നും പറ്റുന്നില്ലെന്ന് പറഞ്ഞു. അവസാനം അയാൾ എന്നാ കൊണ്ടുപോകുന്നു പറഞ്ഞു. ഒരുമാതിരി
ബിഗ് ബോസിൽ നമ്മുടെ ജാൻമണി പ്രാകണ മാതിരി പ്രാഗി പപ്പട പരിപാടിക്ക് അങ്ങനെ ഞങ്ങൾ മേടിച്ച വണ്ടിയിൽ കയറിയിട്ട് നിങ്ങളിത് കാണണം. നമ്മൾ ഇന്നലെ വൈകിട്ട് കയറിയതാണ്. ഇന്നലെ വൈകുന്നേരം തൊട്ട് പ്രോപ്പറായിട്ട് ടേസ്റ്റിങ് കാര്യങ്ങളൊന്നും വർക്കിംഗ് അല്ല. ഇന്നിപ്പോൾ ഉച്ചയായപ്പോൾ തൊട്ട് പഴം പുഴുങ്ങാൻ വെച്ച അവസ്ഥയിലാണ് ഞങ്ങളിവിടെ എല്ലാവരും ഉള്ളത് കേട്ടോ. അപ്പം നമ്മൾ കംപ്ലൈൻറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തു. അവരുടെ ഹെൽപ്പ് ലൈൻ നമ്പറിലേക്കൊന്നും വിളിച്ചിട്ട് പോലും അവർ അഡ്ജസ്റ്റ് പോലും ചെയ്യുന്നില്ല. ഒരു പറഞ്ഞത് ഞങ്ങളോട് അഡ്ജസ്റ്റ് ചെയ്യും. ഒരാൾ വന്ന് എങ്ങനെയാണെന്നൊന്നും പോലും ചോദിക്കുന്നില്ല. അവസാനം ടീനോടും മറ്റേ AC മെക്കാനിക്കിനോടൊക്കെ സംസാരിച്ചും പിടിച്ചും വന്നപ്പോൾ അവർ പറയണത് അടുത്ത സ്റ്റേഷനിൽ പോയിട്ട് നോക്കാമെന്നാണ് ഒക്കെ പറയണത്. കണ്ടറിയാൻ നടക്കില്ല എന്നൊന്നും. നമ്മൾ ഇത്രയും പൈസ കൊടുത്തിട്ട് നമ്മൾ ടിക്കറ്റും കാര്യങ്ങളൊക്കെ ബുക്ക് ചെയ്തിട്ട് നമ്മൾ ഇതേപോലെ എക്സ്ക്യൂസ് പറയുകയാണെങ്കിൽ ഇവർ സമ്മതിക്കുമോ? ഇല്ലല്ലോ. നമ്മൾ ഇത്രയധികം പൈസയും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് നമുക്ക് ഒരു പുല്ല് വിലയാണ്. അപ്പം പറയാണ്ടിരിക്കാൻ എന്ത് ചൂടാന്നറിയോ. കേരളം സ്വർഗ്ഗമെന്ന് കേരളം വിട്ട് കഴിയുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് ഗൈസ്. അപ്പം നമ്മുടെ AC-യുടെ പ്രശ്നവും കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിപ്പം ചെറിയ രീതിക്കൊന്ന് സെറ്റാക്കിയിട്ടുണ്ട് അവർ. കുറച്ച് ടൈം കഴിയുമ്പോൾ അത് ഓഫാക്കിയിടാൻ തോന്നുന്നുണ്ട്. എന്നിട്ട് ഓരോരോ കാരണങ്ങൾ പറയാണ്. അതായത് നിങ്ങൾ ആർക്കെങ്കിലും ട്രെയിനിൽ എക്സ്പ്ലോർ ചെയ്യണം എന്നെ പോലെ പൂതിയുള്ളവരുണ്ടെങ്കിൽ ഇതോടുകൂടി നിർത്തിക്കും. കാരണം അതുപോലത്തെ എക്സ്പീരിയൻസ് ആണ് ട്രെയിനിൽ. ഡ്രൈവ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പൈസയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഫ്ലൈറ്റ് പോകാൻ. ഞാൻ എൻ്റെ പൂതി കൊണ്ട് വന്നതാണ്. തോടുകൂടി എൻ്റെ പൂതി നിർത്തി ഗൈസ്. അത് അമ്മാതിരി എക്സ്പീരിയൻസ് ആണ്. ഒരുമാതിരിയും നമ്മൾ ഇത്രയധികം പൈസയും കാര്യങ്ങളൊക്കെ കൊടുത്ത് ലോങ് പോകുമ്പോൾ അതിൻ്റേതായ ബുദ്ധിമുട്ടും കാര്യങ്ങളും എല്ലാം ഭയങ്കര പ്രശ്നമാണ്. അപ്പം ദയവ് ചെയ്ത് ആ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക എല്ലാവരും. ഇനി ഇതുപോലെ ട്രെയിനിൽ പോകണം ആഗ്രഹം ഉണ്ടെങ്കിൽ കേട്ടോ. അല്ലാത്തതുണ്ടെങ്കിൽ ഫ്ലൈറ്റ് പിടിച്ച് പോകാൻ ഞാൻ റെക്കമെൻഡ് ചെയ്യുള്ളൂ. എനിക്ക് മതിയായി. ഞാനത് കാരണം വൺ സൈഡ് ട്രെയിനിലും വരുന്നത് ഫ്ലൈറ്റിനും ആക്കി. അല്ലെങ്കിൽ രണ്ടും കൂടിയാണെങ്കിൽ എൻ്റെ ദൈവമേ ഗോവിന്ദ ട്രെയിൻ പോയതാണ്. അതിൻ്റെ ഇടയിൽ ബാത്റൂമിൽ വെള്ളവും കാര്യങ്ങളും ഇല്ലെന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഇഷ്യൂസ് ഒക്കെ ഇന്ന് ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഏതൊരു സ്റ്റേഷനിൽ നിർത്തിയപ്പം അതൊക്കെ ഫില്ല് ചെയ്യുന്നുണ്ട്. അപ്പം പകുതി നിറയ്ക്കുന്ന വെള്ളം താഴോട്ടാണ് പോകുന്നത്, അല്ലാണ്ട് അകത്തോട്ടല്ല. അവരുടെ സിസ്റ്റം അങ്ങനെയാണെന്ന് തോന്നുന്നു, നമുക്കറിയില്ല. പിന്നെ ക്ലിയർ ആണോ എന്ന് എനിക്കറിയില്ല. കാരണം വിൻഡോ സീറ്റിൽ ക്ലീനിങ് ഒന്നും ചെയ്യാത്തതുകൊണ്ട്, അതായത് ആ വിൻഡോൻ്റെ ഒരു ക്ലാരിറ്റി കുറവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മളെല്ലാവരും ഈ പഴം പുഴുങ്ങാൻ വെച്ച അവസ്ഥയാണ്. ഭയങ്കര ചൂടും കാര്യങ്ങളൊക്കെയാണ്. AC പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നൊന്നുമില്ല. പിന്നെ ഈ മുതലുകളില്ലെങ്കിൽ നമ്മൾ ശരിക്കും എന്താ പറയുക, ഭയങ്കരമായി പോയാണ്. ഇവരുള്ള കാരണം നമുക്ക് ഭയങ്കര എൻ്റർടൈൻമെൻറ്റും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അടിപൊളിയായിരുന്നു കേട്ടോ. അർജുന, അഞ്ജലി, ആതിര അടിപൊളിയായിരുന്നു. നമുക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട്. പിന്നെ ആരും കുളിക്കാത്തതിൻ്റെ ഒരു ഫീലിംഗ് ആർക്കും തോന്നിയില്ല. കാരണം എന്നെ കണ്ട തീരും പറയില്ല. ഞാൻ എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെയൊക്കെ കുളിക്കാണ്ടിരിക്കുന്നത്. കാരണം പറ്റില്ല, അത് വേറെ കാര്യം. അങ്ങനെ നമ്മൾ വീണ്ടും യാത്ര തുടങ്ങുകയാണ്. അപ്പം നമ്മൾ മൊത്തത്തിൽ ട്രെയിൻ ചതിച്ചു, അത് വേറെ കാര്യം. പറഞ്ഞ ടൈമിങ്ങിനൊന്നല്ല എവിടെ എത്തിയത്. പിന്നെ കേരളം കടന്നു കഴിഞ്ഞപ്പോഴാണ് നമുക്ക് കേരളം എന്താ പറയുക, സ്വർഗമാണ് മക്കളെ, സ്വർഗം. കാരണം ഇവിടൊക്കെ എൻ്റെ പൊന്നോ ഒരു ഹൈജീനും ഇല്ല, ഒന്നുമില്ല. എന്താണ്ടൊക്കെ അവർക്ക് തോന്നിയ മാതിരി അവരങ്ങ് കാണിച്ചു കൂട്ടാണ്. നമുക്ക് ഒട്ടും എന്താ പറയുക അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ പറ്റാത്ത കാര്യങ്ങളാണ് ഞാൻ പലതും കണ്ടത്. എനിക്ക് വീഡിയോയിൽ ഉൾപ്പെടുത്താൻ പറ്റിയില്ല. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനോ കണ്ടു, പിന്നെ നിങ്ങളായിട്ട് കാണണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാനതൊന്നും ഇൻക്ലൂഡ് ചെയ്യാതിരുന്നത്. അപ്പോൾ എൻ്റെ പൊന്നോ അങ്ങനെയാണ് കാര്യങ്ങൾ മക്കളെ. അങ്ങനെ നമ്മൾ വീണ്ടും ട്രെയിൻ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഇത് ഒരു സ്റ്റേഷനാണ്, മധുരൈ സ്റ്റേഷനാണ്. അപ്പം അവിടെ ആണെങ്കിൽ നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ആർക്കും വേണ്ടി വെയിറ്റിങ്ങും കാര്യങ്ങളൊന്നും ഇല്ല. എല്ലാവരും അവരുടേതായ ഒരു ബിസി ഷെഡ്യൂളായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നല്ല തിരക്കും കാര്യങ്ങളൊക്കെയാണ്. അപ്പം നമുക്കത് കാണുമ്പം നമ്മൾ എന്താ പറയുക, നമ്മുടെ ലൈഫ് എങ്ങനെയാന്ന് നമ്മളും ചിന്തിച്ചു പോകും. ഇവരുടെ ആ ഒരു ഹറിബറിയും കാര്യങ്ങളൊക്കെ കാണുമ്പം കുറേ എന്താ പറയുക ഓട്ടപ്പാച്ചിലുകളാണ് ഗൈസ്. അങ്ങനെ അതിൻ്റെ ഇടയിൽ ഞാൻ നോക്കിയപ്പം എനിക്ക് ഫോഗ് പോലൊക്കെ തോന്നി. അപ്പം ഞാൻ വിചാരിച്ചു ഇനി ഇവിടെ ഇങ്ങനെ ഫോഗൊക്കെ. പിന്നെയാണ് മനസ്സിലായത് അവർ തീയിട്ടേക്കുന്നതാണ്, അതാണ് ഈ ഫോഗ് പോലെ നമുക്ക് തോന്നിക്കുന്നതെന്ന്. എൻ്റെ പൊന്നോ എന്ത് പുകയാന്നറിയോ.
അടുക്കാൻ പറ്റില്ല. അതിൻ്റെ ഇടയിൽ എനിക്ക് ഭയങ്കരമായിട്ട് സന്തോഷം തോന്നി. എൻ്റെ ഒരു കുട്ടി സബ്സ്ക്രൈബർ വന്നിട്ട് പറഞ്ഞു ഏതാ ചാനലിൽ ഞാനിവിടെ വീഡിയോ എടുക്കണുണ്ടപ്പോൾ അവൻ എൻ്റെ ചാനലും കാര്യങ്ങളൊക്കെ പോയി നോക്കി, അവൻ ഇഷ്ടപ്പെട്ടു, അവൻ വന്ന് സബ്സ്ക്രൈബും കാര്യങ്ങളൊക്കെ ചെയ്തു. അങ്ങനെ എനിക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ എല്ലാവരും ഇറങ്ങാൻ നിൽക്കുന്ന ഒരു തിക്കും തിരക്കും തത്രപ്പാടിലുമാണ്. കാരണം ട്രെയിൻ നിർത്താറായി, നമ്മൾ എത്താറായി. അപ്പം എല്ലാവരും അതിൻ്റേതായ പാക്കിങ്ങിലാണ്. ഇതെൻ്റെ വേറെ സബ്സ്ക്രൈബേഴ്സാണ്. ഇതെൻ്റെ കുട്ടി സബ്സ്ക്രൈബറുടെ ഫാമിലിയും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ എല്ലാവരും എന്നോട് ഭയങ്കര എന്താ പറയുക കാര്യമായിട്ടാണ് ചെയ്തത്. ഇവരും എൻ്റെ പുതിയ സബ്സ്ക്രൈബേഴ്സാണ് കേട്ടോ. ഞാൻ വീഡിയോ എടുക്കണമൊക്കെ കണ്ടപ്പോൾ ഇവർക്കും ഭയങ്കര എന്താ പറയുക, എനിക്ക് ഭയങ്കരമായിട്ട് വല്ലാത്തൊരു ഫീലിംഗ് ആയിരുന്നു. ഏതാ ചാനൽ എന്താ എങ്ങനെയാണെന്നൊക്കെ കണ്ട് എൻ്റെ അപ്പം തന്നെ ഒരു സബ്സ്ക്രൈബ് ചെയ്തിട്ടാ. എനിക്കത് ഭയങ്കരമായിട്ട് എന്താ പറയുക മറക്കാൻ പറ്റാത്തൊരു അനുഭവങ്ങളിലൊന്നായി. ഇങ്ങനെ എല്ലാവരും എന്താ പറയുക തിരക്കിലാണ്. എല്ലാവരുടെയും സാധനങ്ങളൊക്കെ എടുത്തു വയ്ക്കുകയാണ്. ഇത് നമ്മുടെ മിനി ചേച്ചിയും അതുപോലെ തന്നെ പുള്ളിക്കാരുടെ ഹസ്ബൻഡുമാണ്. അപ്പോൾ അവരും എന്തോ ആവശ്യത്തിന് വേണ്ടി ഡൽഹിക്ക് വന്നേക്കണതാണ്, എന്തോ മീറ്റിങ്ങും കാര്യങ്ങൾക്കൊക്കെ വേണ്ടി. ഞാൻ വീഡിയോയും കാര്യങ്ങളൊക്കെ എടുക്കണ കണ്ടപ്പോൾ എന്താ പറയുക എന്നോട് ഭയങ്കര സ്നേഹവും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ ഗൈസ് അങ്ങനെ ഞങ്ങൾ നീണ്ട 2 ദിവസത്തിന് ശേഷം നമ്മൾ ഡൽഹിയിലോട്ട് വന്ന് ഇറങ്ങാൻ പോവാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ കൂടെ ഉള്ളത് നമ്മുടെ ആതിര, അഞ്ജലി, അർജുൻ അവരെല്ലാവരും ഉണ്ട് കേട്ടോ. ഇവരുണ്ടായ കാരണം ചിരിച്ച് ഊപ്പാട് കളിക്കുക, അത് വേറെ കാര്യം. അപ്പോൾ ഞങ്ങളെല്ലാവരും ഇതേ ഇപ്പം ഇറങ്ങാനായിട്ട് റെഡി ആയിട്ട് സെറ്റ് ആയിട്ടിരിക്കുകയാണ് കേട്ടോ. ഒരു ഹായ് പറ. ഇവരെല്ലാവരും ഇപ്പൊ ഫോളോവേഴ്സ് ആയിട്ടാ ഗൈസ്. ഞാൻ ഇവരെ നിർബന്ധിപ്പിച്ച് ചെയ്യിപ്പിച്ച് ആക്കി. അപ്പോ നമുക്ക് ഇനി ബാക്കി വീഡിയോസിൽ കാണാം കേട്ടോ. ഗൈസ് അങ്ങനെ നമ്മുടെ ആതിരയുടെ ഹസ്ബൻഡ് വന്നിട്ടുണ്ട്, നമ്മുടെ അർജുനെയും അഞ്ജലിനെയും കൊണ്ടുപോകാനായിട്ട്. അങ്ങനെ അവരോട് ടാറ്റ ബൈ ബൈ പറഞ്ഞ് നമുക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടിട്ട് അവരനെ. അപ്പോൾ അവരോട് യാത്ര പറഞ്ഞ് നമുക്ക് പോകാനുള്ള വണ്ടിയും കാര്യങ്ങളൊക്കെ വന്നു. അപ്പോൾ നമ്മുടെ ലഗേജും കാര്യങ്ങളൊക്കെ കയറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ജെയിംസാൻ്റെ ഒരു ഫ്രണ്ട് വഴിയായിട്ടാണ് നമുക്ക് അവിടെ അക്കോമഡേഷനും കാര്യങ്ങളൊക്കെ സെറ്റാക്കിയേക്കുന്നത്. അങ്ങനെ അവിടെ നമ്മൾ പോകാനായിട്ട് വണ്ടിയിലൊക്കെ കയറി. അപ്പോൾ എനിക്ക് ഇവിടെ വന്നിട്ട് ഭയങ്കര അതിശയം തോന്നിയ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കൂട്ടം കൂടി നിന്ന് പാൻപരാഗും അതുപോലെ തന്നെ കൂട്ടം കൂടി നിന്ന് സിഗരറ്റും കാര്യങ്ങളൊക്കെ വലിക്കുകയാണ്. അത്രയും പബ്ലിക് ന്യൂസൻസ് കാണിച്ചിട്ട് ഒരാൾ പോലും ഒന്നും മിണ്ടത്തില്ല കേട്ടോ. അത് വേറെ കാര്യം. നമ്മളിങ്ങനെ ഒന്നും പറയാനും പോയില്ല, കാരണം നമ്മുടെ നാടല്ല. കയറി അവിടെ എന്താ പറയുക അടി ഉണ്ടാക്കണ്ടല്ലോ എന്ന് വിചാരിച്ച് പിന്നെ നമ്മൾ സ്വയം കൺട്രോൾ ചെയ്ത്. എനിക്കാണെങ്കിൽ ഈ പുകവലിയുടെ സ്മെല്ല് കേൾക്കുമ്പോൾ ഇങ്ങനെ വിറഞ്ഞ് കയറി വരും, എനിക്ക് തീരെ പറ്റില്ല അത്. അങ്ങനെ പുള്ളിക്കാരൻ നമ്മളെ കൊണ്ടുപോവാണ്. നമ്മൾ പറഞ്ഞ സ്ഥലത്തോട്ട് ഏതാണ്ടൊക്കെ വഴിക്കൊക്കെ കൊണ്ടുപോകുന്നുണ്ട്. ഫുൾ ഊടുവഴികളാണ്, നമുക്കറിയില്ല, കണ്ടറിയാം അവിടെ എത്തില്ലെന്നൊക്കെ. അപ്പം ഇവിടെ ഇലക്ഷൻ്റെ കാര്യങ്ങളൊക്കെ ആയ കാരണം അതിൻ്റെതായ റഷും കാര്യങ്ങളൊക്കെ ഉണ്ട്, ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ പറഞ്ഞ സ്ഥലത്തോട്ട് നമ്മുടെ പുള്ളിക്കാരനെ അവിടെ എത്തിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം അവിടെ എത്തിയപ്പോൾ അറിയുന്ന നമ്മുടെ തൃശ്ശൂർക്കാരാണ്. അപ്പോൾ അത് സന്തോഷം. അങ്ങനെ കാര്യങ്ങളൊക്കെ സംസാരിച്ചു. അതിന് ഞാൻ റൂമും കാര്യങ്ങളൊക്കെ എടുത്തു. ഇനി കുളിക്കണം, ഫ്രഷാണ്, ഫുഡ് കഴിക്കണം. അപ്പോൾ ഇത്രയൊക്കെയുള്ള ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ടാറ്റാ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം.